Shri Ram, Shri Ram, Shri Ram, Jai Ram. श्री रामचंद्र कृपालु भज मन हरण भव भय दारुणं नव कंज लोचन कंज मुख कर कंज पद कंजारुणं श्री राम। ശ്രീരാമദാസ ആശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 1991 തൊട്ട് സ്വാമിജി തൃപാദങ്ങൾ ശ്രീരാമനവമി രഥയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കേരളം, തമിഴ്നാട്, കർണാടക 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ രഥയാത്ര നടന്നു വരുന്നത്. അതിനോടൊപ്പം തന്നെ 2-3 വർഷങ്ങളായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഈ രഥയാത്ര നടന്നു വരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ തുടങ്ങിയ രഥയാത്ര കാശ്മീരിൽ വരെ പോയി തിരിച്ച് വന്ന് കേരളത്തിൽ പര്യടനം നടത്തി ഇന്നിവിടെ രാമലീലയോടുകൂടി സമാപിക്കുകയാണ്. യോഗിമാർ തൻ്റെ ആത്മാനുഭൂതിയിൽ അനുഭവിച്ച ആ ധാർമ്മിക സത്യത്തെയും യോഗവിഭൂതിയെയുമാണ് ഒരാചാരങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള ഉപമകളിലൂടെയും അവതരിപ്പിക്കുന്നത്. അധർമ്മത്തിൻ്റെ നാശവും ധർമ്മത്തിൻ്റെ സംരക്ഷണവുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാമൻ്റെ അവതാരം പോലും സീതയെ വീണ്ടെടുക്കുവാനല്ല, രാവണത്വത്തെ നശിപ്പിക്കുവാനാണ് എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. യോഗികൾക്ക് മാത്രം അനുഭവിക്കാവുന്ന ഈ അനുഭൂതി സാധാരണക്കാർക്ക് എപ്രകാരം മനസ്സിലാക്കാം എന്നതിന് ഒരു ഉദാഹരണമായിട്ട്, ഒരു ഉപമയായിട്ടാണ് ഇത്തരത്തിലുള്ള ചിത്രീകരണത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്തുന്നത്. അതിനുവേണ്ടിയാണ് ഈ രീതിയിൽ രാവണനെ നശിപ്പിക്കുന്നതായിക്കൊണ്ട്, അല്ലെങ്കിൽ രാവണത്വം നിലനിൽക്കുന്നത് രാവണൻ്റെ ശരീരത്തിലായതുകൊണ്ട് ആ ശരീരനാശത്തോടു കൂടി മാത്രമേ രാവണൻ്റെ അധർമ്മം നശിക്കുകയുള്ളൂ. അത് രാവണനും അറിയാവുന്ന ഒരു സത്യമാണ്. അതിനുവേണ്ടിയാണ് ആ ഒരു ഉദ്യമത്തിന് രാവണൻ പോലും മുതിർന്നത്. അതിൻ്റെ ഒരു ഉപമയായിട്ടാണ് ഇവിടെ ഈ രാമലീല എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത്. രാമായണത്തിലെ ഏറ്റവും നിർണായകമായ സംഭവമാണ് രാമ-രാവണ യുദ്ധം. ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടത്തെ സൂചിപ്പിക്കുന്നു. സീതാദേവിയെ മോചിപ്പിക്കുന്നതിനായി ശ്രീരാമൻ വാനരസേനയുടെ സഹായത്തോടെ ലങ്കയിൽ രാവണനെതിരെ യുദ്ധം ചെയ്തു. ഭയാനകമായ 7 ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ വിഭീഷണന്റെ സഹായത്തോടെ രാവണന്റെ നാഭിയിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് രാമൻ രാവണനെ വധിച്ചു. നിന്റെ കഥ നാം കഴിക്കും. ഹേ രാമ, നമ്മുടെ തമസ് എന്ന ദിവ്യായുധമായ നാഗപാശം, ഗരുഡാസ്ത്രം കൊണ്ടും നമ്മുടെ മായ ആയുധങ്ങൾ അർദ്ധചന്ദ്ര അമ്പുകൾ കൊണ്ടും നീ പ്രതികരിച്ചു, നീ പ്രതിരോധിച്ചു. നിന്റെ പ്രതിരോധങ്ങൾക്ക് അപ്പുറത്താണ് ഈ ലങ്കാധിപന്റെ ആയോധന പാടവവും ബുദ്ധിശക്തിയും എന്തെന്ന് നാം പിന്നെ ബോധ്യപ്പെടുത്തും. അല്ലയോ രാവണ, നിന്റെ ആയുധത്തെക്കാൾ മൂർച്ചയാണ് നിന്റെ വാക്കുകൾക്കെന്ന് നാം അറിയുന്നു. എന്നാൽ ഒന്നറിയുക, രാവണന്റെ എതിരാളി നാമാണ്, ശ്രീരാമചന്ദ്രൻ. നീ ചെയ്ത മഹാപരാധങ്ങൾക്ക്, നീ ചെയ്ത അധർമ്മത്തിന് നീ അർഹിക്കുന്ന ശിക്ഷ നൽകേണ്ടത് എന്റെ ധർമ്മമാണ്. അജയനെന്ന് വീമ്പ് പറയുന്ന രാമ, വൈശ്രവണനെയും ബാലിയെയും കാർത്തവീരനോടും ഇന്ദ്രനോടും
അന്ധകനോടും അന്ധകാന്തകനോടും മത്സരിച്ച് വിജയിച്ച് അജയ്യനായവനാണ് ഞാൻ, ഈ രാവണൻ. രാവണ, ലോകത്തിൽ 3 തരം ആളുകളാണുള്ളത്. ആദ്യ തരത്തിൽപ്പെട്ടവർ പാടലീ മരം പോലെയാണ്. അത് മനോഹരമായി പുഷ്പിക്കും, പക്ഷേ ഒരൊറ്റ കായികനികളും ഉണ്ടാവുകയില്ല. വെറും സംസാരത്തിൽ മാത്രം ഏർപ്പെട്ടിരിക്കുന്നവരാണ്. പറയുന്നത് അണു മാത്രം പോലും അനുഷ്ഠിക്കുകയുമില്ല. രണ്ടാമത്തെ തരത്തിൽപ്പെട്ടവർ വാഴ പോലെയാണ്. അത് പുഷ്പിക്കുകയും കായുള്ളതായിരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ളവർ സംസാരിക്കാനും ഇഷ്ടപ്പെടുന്നു. ആ സംസാരിക്കുന്നത് പ്രവർത്തിക്കാനും ഇഷ്ടപ്പെടുന്നു. മൂന്നാമത്തെ തരത്തിൽപ്പെട്ടവർ പ്രാവ് പോലെയാണ്. അതിന് പുഷ്പങ്ങളിൽ ഫലങ്ങളെയും. ഇത്തരക്കാർ അധികം സംസാരിക്കുകയോ വീണ്ടും പറയുകയോ ഇല്ല. ഇവർ നിശബ്ദം പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് വീണ്ടിളക്കമില്ല. എന്നാൽ നിന്റെ കാര്യമോ? നിനക്കറിയില്ല, എന്നാൽ അതൊന്നും ജീവിതത്തിൽ നീ പ്രാവർത്തികമാക്കില്ല. നീ അറിയാതെ അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിന്റെ അധാർമികമായിട്ടുള്ള ഭരണത്തിന് നാം ഉന്മൂലനം വരുത്തും. രാമോ, 10 ശിരസ്സുകളുള്ള നമുക്ക് പേടി എന്തെന്നറിയില്ല. ദേവേന്ദ്രനും യമരാജനും നമ്മുടെ ശക്തിക്ക് മുന്നിൽ തല കുമ്പിട്ടിട്ടുണ്ട്. എന്നാൽ നീയോ വെറും ഒരു വനവാസി. 3 ലോകവും അടക്കി ഭരിക്കുന്ന രാവണന്റെ മുന്നിൽ നിന്ന് നമ്മെ ഉപദേശിക്കുന്നു. അഥമ, കരുത്തുണ്ടെങ്കിൽ കാണട്ടെ രാമ നിന്റെ സമരവീര്യം. രാമ എന്നെ കൊല്ലരുത്. ഇല്ല രാമ, തീർത്ഥത്തിൽ തളർന്നു വീണ രാവണനെ അല്ല നാം വധിക്കുന്നത്. രാവണ, നീ ഇന്ന് പോയി നാളെ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരും. Ramachandra Bhagavan ki jai!